ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഒരു പുത്തൻ അപ്ഡേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പല എൻ്റെ സബ്സ്ക്രൈബേഴ്സും എന്നോട് ഇങ്ങനെ കോൾ വഴിയോ മെസ്സേജ് വഴിയോ വാട്സപ്പ് വഴിയോ ടെക്സ്റ്റോ ചോദിക്കാറുണ്ട്, സർ ഏറ്റവും സ്പീഡിൽ ലോൺ കിട്ടുന്ന ലോൺ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ബാങ്ക് ഏതാണ്? ഒരുപാട് പേര് ഇതാണ് ചോദിക്കുന്നത്. കാരണം എല്ലാ ആപ്ലിക്കേഷനും ലോൺ കൊടുക്കുന്നുണ്ട്. ട്രൂ ബാലൻസ്, സ്റ്റാഷ്ഫിൻ, ക്യാഷ്, മണി വ്യൂ, നിറ, അങ്ങനെ എല്ലാ ആപ്ലിക്കേഷനും ലോൺ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സ്പീഡൊന്നും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പോരാ. അവർക്ക് നല്ല സ്പീഡ്, സൂപ്പർ ഫാസ്റ്റ് സ്പീഡ് തന്നെ വേണം. അതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്പീഡിൽ നിങ്ങൾക്കത് ഞാൻ ഓൺലൈനായിട്ട് കാണിച്ചു തരാം. ഞാനത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ലോൺ എടുക്കുന്ന സമയത്ത്. അപ്പോൾ അത് ഞാൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം എത്ര സമയത്താണ് എനിക്ക് ലോൺ കിട്ടുന്നതെന്ന്. മീൻസ് അതിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാം. വലിയ തുകയൊന്നും ഇല്ലെങ്കിലും ആ ഒരു സ്പീഡ് തീർച്ചയായിട്ടും മറ്റ് ആപ്ലിക്കേഷൻ അപേക്ഷിച്ച് 99% കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ ട്രൂ ബാലൻസ് നിന്ന് എടുക്കുകയാണെങ്കിൽ ഏകദേശം വന്നിട്ട് ഒരു 10-15 മിനിറ്റ്, ചില ആൾക്കാർക്ക് 1 മണിക്കൂർ, ചില ആൾക്കാർക്ക് 24 hours വരെ ഡിലേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മറ്റു ചില ആപ്ലിക്കേഷനിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നിങ്ങൾ എടുക്കുക. കാരണം നിങ്ങൾക്ക് ബോണസും മറ്റ് ഫീസും എല്ലാം നിങ്ങൾക്ക് ഇളവ് കിട്ടും. പ്രോസസ്സിംഗ് ഫീലെല്ലാം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്ന ലിങ്കിൽ തന്നെ നിങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏകദേശം 2000 മുതൽ 50,000 വരെ നിങ്ങൾക്ക് ലോൺ കിട്ടും. അത് നിങ്ങൾക്ക് അടയ്ക്കാൻ വേണ്ടി നിങ്ങളുടേതായ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഇത് അവൈലബിൾ ആണ്. ഇപ്പോൾ എനിക്ക് ലാസ്റ്റ് കിട്ടിയ എമൗണ്ട് 4130 മേക്ക് റീപേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഇത് ഒരു മാസത്തേക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്, വേറെ EMI ഒന്നും എടുത്തിട്ടില്ല. ഒരു മാസത്തേക്ക് 4130 എടുത്തിട്ടുണ്ട്. 4000 രൂപ എടുത്തിട്ടുണ്ട്. 130 ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ടോട്ടൽ ഡ്യൂ പേ ചെയ്യാം. അതർ എമൗണ്ട് ആണെങ്കിൽ നമുക്ക് ഇവിടെ കൊടുത്തിട്ട് ഇപ്പോൾ ഒരു മാസം നമുക്ക് 100 രൂപ വെച്ച് പേ ചെയ്യാം, അല്ലെങ്കിൽ 500 രൂപ വെച്ച് നമുക്ക് ഇവിടെ പേ ചെയ്യാം. ഓക്കെ, അതൊക്കെ നമുക്ക് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഡെയിലി നമ്മളിതിന് കൊടുത്തു പോകുമ്പോൾ മാസം ആ ഒരു ഭാരം നമ്മളെ അലട്ടുന്നതല്ല. പറയുന്ന സിബിൽ സ്കോർ 600 ആണ്. പിന്നെ സാലറി സ്ലിപ്പോ സാലറി സർട്ടിഫിക്കറ്റോ ഒന്നും തന്നെ വേണ്ട. വളരെ ലളിതമായ രീതിയിൽ നമുക്ക് ആധാർ കാർഡും പാൻ കാർഡും വെച്ച് ലോൺ കിട്ടുന്നതാണ്. പിന്നെ സിബിലിൽ ഒരുപാട് ഡൗൺ ആയ ടീമുകളൊന്നും അപ്ലൈ ചെയ്യേണ്ട. കാരണം ഞാൻ നേരത്തെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ലോൺ എടുത്തിട്ട് ഒരു EMI പോലും ഇതുവരെയ്ക്കും അടയ്ക്കാത്ത ടീമുകളൊന്നും ഇതിൻ്റെ പരിസരത്തോട്ട് വരണ്ട. പിന്നെ സിബിലിൽ സെറ്റിൽമെൻറ്റ് ചെയ്തവരും ഇതിൽ 1 വർഷം 2 വർഷത്തിനുള്ളിൽ സെറ്റിൽമെൻറ്റ് ചെയ്ത ആൾക്കാരും ഇതിലോട്ട് അടുക്കണ്ട, കിട്ടില്ല. വെറുതെ നിങ്ങളുടെ സിബിൽ സ്കോർ പോകും. സെറ്റിൽമെൻറ്റ് മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. ഡിഫോൾട്ട്, അതായത് നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് 6 മാസം അടച്ചില്ല, 7 മാസം അടച്ചില്ല, 8 മാസം അടച്ചില്ല, 9ാമത്തെ മാസം ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് പറയും, സാർ നിങ്ങൾ 1 ലക്ഷം രൂപയാണ് ലോൺ എടുത്തത്, നിങ്ങൾക്കൊരു സെറ്റിൽമെൻറ്റ് തരും, നിങ്ങൾ 50,000 രൂപ അടച്ചാൽ മതി, ബാക്കി വേ ഓവർ ചെയ്ത് തരാമെന്ന് പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഫേവർ ആയിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ സെറ്റിൽമെൻറ്റ് ചെയ്യും. അവർ സിബിലിൻ്റെ സൈറ്റിൽ ഡിഫോൾട്ടർ എന്ന് അവർ ഇത് അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ഒരു ബാങ്കിൽ നിന്ന് പോലും ലോൺ കിട്ടത്തില്ല. ഓക്കെ, അത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പീഡ്, എത്രത്തോളം സ്പീഡിലാണ് എനിക്ക് ഈ ലോൺ കിട്ടുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷൻ കാണാം. നിങ്ങളുടെ ലോൺ ടേംസ് 31 ദിവസത്തേക്ക് വേണോ അല്ലെങ്കിൽ 62 ദിവസത്തേക്ക് വേണോ എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാം. അപ്പോൾ ഇതെല്ലാം വായിച്ച് നോക്കുക. നിങ്ങളുടെ പ്രോസസ്സിംഗ് ഫീസ് കാണാം, GST കാണാം, ടോട്ടൽ ഡ്യൂ, നിങ്ങളിനി എത്ര അടയ്ക്കേണ്ടി വരുമെന്നെല്ലാം ഇവിടെ കാണാം. ഇതിൻ്റെ 4-1 ടൈം പോലും എടുത്തില്ല കേട്ടോ. നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് വൈഡായിട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇതിൻ്റെ 4-1 ടൈം പോലും എടുത്തില്ല. അപ്പോൾ ഞാൻ 31 ദിവസത്തേക്കാണ് ഞാൻ ആ ലോൺ എമൗണ്ട് എടുത്തിരിക്കുന്നത്. 4130 രൂപ എനിക്ക് തിരിച്ചടയ്ക്കണം. പലിശ ഉൾപ്പെടെ തിരിച്ചടയ്ക്കേണ്ട എമൗണ്ടാണ് ഈ കാണിച്ചിരിക്കുന്നത് 31 ദിവസത്തേക്ക്. അതിനുശേഷം എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇത്ര സ്പീഡിൽ അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി എത്ര വേഗത്തിലാണ് എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നത്. ഇത് ലോണിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, നിങ്ങൾക്ക് എത്ര രൂപ അടയ്ക്കണം, എത്ര രൂപ പേയ്മെൻറ്റ് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ സാങ്ഷൻ ലെറ്റർ എല്ലാം ഇവിടെ കാണാം. നിങ്ങൾക്ക് NOC, നിങ്ങൾ ലോൺ അടച്ചതിന് ശേഷം നിങ്ങളുടെ NOC ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ സകലമാന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഓക്കെ, ഞാൻ ഇവിടെ 4000 രൂപ കൊടുത്തിട്ടുണ്ട്. 3558 രൂപ എനിക്ക് അപ്രൂവൽ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നേരിൽ തന്നെ കാണാം അപ്രൂവൽ ആയെന്ന് പറഞ്ഞുകൊണ്ട്. റെസിപ്റ്റ് നമ്പർ കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം. എൻ്റെ അക്കൗണ്ട് നമ്പറിലേക്ക് നേരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെഡ്യൂൾഡ് എന്നത്തേക്കാണ് അടയ്ക്കേണ്ടത്. ഇനി എനിക്ക് മെയ് സംതിങ്ങിലാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ അവർക്ക് ബ്രാഞ്ചിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു, നിങ്ങൾക്ക് എത്ര രൂപ എമൗണ്ട് ഡിസ്ബേഴ്സ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ട്. ഏതാ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 3558 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 2 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.